ഒരു ക്രിക്കറ്റ് താരം ആകണമെന്ന അടങ്ങാത്ത ആഗ്രഹം. കാലം പക്ഷേ അയാളെ ക്രിക്കറ്റ് താരമാക്കിയില്ല. പക്ഷെ സ്വന്തം മകനിലൂടെ തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ഒരച്ഛൻ, ആ അച്ഛനും മകനുമുള്ള തറവാട്ടിലാണ് ഇന്നുള്ളത്. കൊയിലാണ്ടിക്കടുത്ത് കൊല്ലത്ത് കുന്നുമൽ എന്ന തറവാട്ടിൽ. ഈ തറവാട്ടിൻ്റെ വരാന്തയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഒരു ക്രിക്കറ്റ് പിച്ചിൻ്റെ നീളമുണ്ട്. ഒരറ്റത്ത് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട രോഹൻ കുന്നുമലിനെ കാണാം, മറു അറ്റത്ത് അദ്ദേഹത്തിൻ്റെ പിതാവ് സുശീൽ കുന്നുമലിനെയും കാണാം. രോഹൻ കുന്നുമൽ എന്ന ക്രിക്കറ്റ് താര പിറവിയെടുക്കുന്നത് ഒരു പക്ഷേ ഈ വീടിൻ്റെ വരാന്തയിൽ നിന്നാണ്. അപ്പം രോഹൻ ഈ പറയുന്ന ഏതാണ്ട് ഒരു 10-20 യാർഡുണ്ട്. അപ്പോൾ അതൊരു ഇതാണ് രോഹൻ്റെ ആദ്യത്തെ ക്രിക്കറ്റ് ലോകം എന്ന് പറയുന്നത്. ആദ്യത്തെയും ഇപ്പോഴത്തെയും എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഈ വരാന്തയിൽ തന്നെയാണ്. അധികം നമ്മുടെ മെയിൻ പ്രാക്ടീസ് ഇതുവരെയുള്ള മെയിൻ പ്രാക്ടീസ് ഒരു എന്താ പറയുക, ഒരു 70-80% ഓഫ് പ്രാക്ടീസ് ഇവിടെ നിന്ന് തന്നെയായിരുന്നു. ഇവിടെ നിന്ന് അച്ഛൻ എറിഞ്ഞിരുന്നു, ടെന്നീസ് ബോളിൽ എറിഞ്ഞിരുന്നു, പിന്നെ ടെന്നീസ് റാക്കറ്റിൽ അടിച്ചിരുന്നു. അത് തന്നെയാണ് മെയിൻ പ്രാക്ടീസ്. വാശി തന്നെയാണ് നമ്മളെ പലപ്പോഴും നമുക്ക് സക്സസ് ഉണ്ടായി തരുന്നത് വാശിയാണ്. അപ്പോൾ അത് എനിക്കെപ്പോഴും ഉണ്ടായിരുന്നു. അത് അവനിലും കുറച്ചുണ്ട്, വാശിയുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സമയത്ത് നമുക്ക് സ്റ്റേറ്റ് കിട്ടാത്തൊരു പീരീഡ് ഉണ്ടായിരുന്നു. അണ്ടർ-16 ആദ്യത്തെ ഇയറിൽ സ്റ്റേറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതുവരെ 200-250 പന്തുകളായിരുന്നു എറിഞ്ഞു കൊടുക്കാറ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു 300-400 എത്തിക്കാനുള്ള ഒരു വാശി അന്നാണ് തുടങ്ങിയത്. അപ്പോൾ അതാണ് പിന്നെ നമ്മൾ ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ്, അണ്ടർ-19 ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു എന്താ പറയുക എഫേർട്ടിന് റിസൾട്ടായിട്ട് നമുക്ക് വന്നത് ആ ഒരു കാര്യമാണ്. ഞാൻ എന്താണോ എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് പോസ്റ്റ് അച്ഛൻ തന്നെയാണുള്ളത്. എന്താ പറയുക, അത് അത്ര എളുപ്പമല്ല അച്ഛൻ്റെ റോള് ചെയ്യാൻ. എന്താ പറയുക, ഇത്രയും ലക്ഷക്കണക്കിന് ബോൾ ഇട്ട് കൊടുക്കുന്ന ലൈക്ക് പൈസ കൊടുത്താൽ പോലും നമുക്ക് ചിലപ്പോൾ കിട്ടില്ല. അത്ര എന്താ പറയുക, ആ ഒരു അതിൽ എൻജോയ്മെൻറ്റ് കണ്ടെത്തണം, അതൊരു പാഷനാക്കി എടുക്കണം. സോ അച്ഛൻ എനിക്ക് വേണ്ടി അച്ഛൻ്റെ ലൈഫിലെ മെജോറിറ്റി ഓഫ് ടൈം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാനിപ്പോൾ എന്തെങ്കിലും സന്തോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അച്ഛൻ്റെ എന്താ പറയുക ത്യാഗമാണ്. ചെറുപ്പം മുതലേ അവൻ ക്രിക്കറ്റ് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നതും അവൻ ചെയ്തുകൊണ്ടിരുന്നതും അവൻ്റെ താല്പര്യവും. നമ്മൾക്ക് ക്രിക്കറ്റിനോട് തന്നെയായിരുന്നു ഒരു താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് അതിലേക്ക് അവനെ ഡൈവേർട്ട് ചെയ്ത്. ആഗ്രഹം ക്രിക്കറ്റർ ആവണമെന്ന് തന്നെയായിരുന്നു. അവനൊരു നല്ല ക്രിക്കറ്ററായി മാറണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. ആദ്യകാലങ്ങളിൽ ഈ ടി വിയിൽ വന്നു തുടങ്ങിയ കാലം മുതൽക്കേ ക്രിക്കറ്റിൻ്റെ കാണാറുണ്ട്. അന്നും കേരളത്തിൻ്റെ കളി അങ്ങനെ ക്രിക്കറ്റിൽ വരാറ് വളരെ കുറവായിരുന്നു തോന്നുന്നു. നമ്മൾ കാണലില്ലത്. അത് മറ്റേ ഇതായിട്ടുള്ളത് മാത്രമേ കാണാറുള്ളൂ. പിന്നെ ഇവനൊക്കെ കളിക്കാൻ തുടങ്ങിയതിന് ശേഷം ക്രിക്കറ്റിനെ പറ്റി ഇത് പറയുന്നത് കേൾക്കുകയും അതിലുള്ള ഒരു താല്പര്യം ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടുതൽ താല്പര്യം. എൻ്റെ ഈ കരിയറിലല്ല, എൻ്റെ ഈ ലൈഫിൽ ഞാൻ എത്രത്തോളം ക്രിക്കറ്റ് കളിച്ചെത്തിയിട്ടുണ്ടോ അതിന് മെയിൻ കാരണം എൻ്റെ ഫാമിലി തന്നെയാണ്. എസ്പെഷ്യലി അച്ഛൻ. ബിക്കോസ് അവരുടെ ആ സപ്പോർട്ടിലാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത്, ക്രിക്കറ്റിലേക്ക് വരുന്നത്. അച്ഛന് ക്രിക്കറ്റിനോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ടാണ് ഞാൻ ക്രിക്കറ്റിലേക്ക് വരുന്നത്. ആൻഡ് എന്താ പറയുക, അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പോഴും അച്ഛൻ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ബോൾ ഇട്ട് തരികയും എൻ്റെ ക്രിക്കറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുകയും ഇപ്പോൾ ഇൻ കേസ് കളിയിൽ സ്കോർ ചെയ്തില്ലേ പോലും ആ ഒരു എക്സ്ട്രാ മോട്ടിവേഷൻ അച്ഛൻ്റെ അടുത്തുനിന്നും അച്ചാച്ചൻ്റെ അടുത്തുനിന്നും അമ്മേൻ്റെ അടുത്തുനിന്നും ആ ഫുൾ സപ്പോർട്ട് ദൈവം അനുഗ്രഹിച്ച് ഇത്രയും കാലം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഏതൊരാളുടെയും ലൈഫിൽ അതൊരു ഭയങ്കര ഭാഗ്യമാണ്. ആ ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഏത് ഫീൽഡിലായാലും ആവശ്യമുള്ള സാധനമാണ്. സോ അതെനിക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴും അവർ തരുന്നുണ്ട്. സോ എന്താ പറയുക, അത് തികച്ച് ഞാൻ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നുണ്ട്, ദൈവാനുഗ്രഹമായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഒരുപാട് സന്തോഷമുണ്ട്.